ഗുഡ് ഈവനിംഗ്. ഇന്ന് ഇതുവരെ ആരംഭിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. എനിക്കൊപ്പം കേൾവിപരിതരെ സഹായിക്കാൻ സോനാജറി കൂടി ചേരുന്നു. വാർത്തയിലേക്ക് വിശദമായി. തൃശൂർ വാടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി സ്വദേശി സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാണ്. സൂരജ് സജി നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സൂരജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? കുട്ടിയുടെ പരിക്ക് എത്രമാത്രമുണ്ട്? ചികിത്സയിലാണോ? സൂരജ് സജിയിലേക്ക് അല്പ സമയത്തിനകം എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വാടാനപ്പള്ളിയിലാണ് തെരുവുനായ ഒരു കുട്ടിയെ ഓടിച്ചത്. സൈക്കിളിൽ പോകുകയായിരുന്ന കുട്ടിക്ക് പിന്നാലെയാണ് തെരുവുനായ ഓടിയത്. അതേ തുടർന്ന് നിയന്ത്രണം തെറ്റി സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. സൂരജ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? അദ്നാന്റെ പരിക്ക് എത്രമാത്രമുണ്ട്? പ്രജിൻ, ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. പുലർച്ചെ ഈ കുട്ടി കടയിലേക്ക് സാധനം വാങ്ങുന്നതിന് വേണ്ടിയാണ് പോയത്. പോകുന്നതിനിടയിലാണ് ഈ തെരുവ് നായ്ക്കൾ ഈ സൈക്കിളിന് പുറകെ ഓടിയെത്തുന്നത്. ഭയന്ന കുട്ടി ഈ സൈക്കിൾ വേഗത്തിൽ ചവിട്ടി ഈ തെരുവ് നായ്ക്കളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഈ സൈക്കിൾ അപകടത്തിൽപ്പെടുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുട്ടി സൈക്കിൾ മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത് കാണാം. പിന്നീട് കാൽമുട്ടിനടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കുട്ടിയെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരനാണ് ഓടി വന്ന ഈ റോഡിൽ നിന്ന് എടുക്കുന്നതും പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുന്നത്. നിലവിൽ കുട്ടി ഈ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുരുതരമായ പരിക്കില്ല എന്ന പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സൂരജ് സജി പങ്കുവച്ചത്. വാടാനപ്പള്ളിയിലാണ് തെരുവുനായ്ക്കൾ കുട്ടിയെ ഓടിച്ചത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ച് ഹൈക്കോടതി. ദേവസ്വം ഓഫീസർ അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ഈ ആന എഴുന്നള്ളിപ്പിലെ വിവാദം, അതിൽ കോടതി ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി തന്നെ ദേവസ്വം അധികൃതരോട് കോടതി ആവശ്യപ്പെട്ടതുമാണ്. ഈ വിഷയത്തിൽ നിലപാട് എന്താണ്? മാത്രമല്ല, എന്തൊക്കെ നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടോ അത് പൂർണ്ണമായും അനുസരിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ നോട്ടീസ് അയക്കാനുള്ള പശ്ചാത്തലം? ഹൈക്കോടതിയിൽ നിന്നും ഇതുവരെ ഏതെങ്കിലും ഒരു കേസിൽ കേട്ടതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഏതെന്ന് ചോദിച്ചാൽ ഇനി പറയാം, അത് ഈ ആനയെഴുന്നള്ളിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തറ ദേവസ്വം ഓഫീസർ രഘുനാഥിനെ കോടതി ശകാരിച്ച സംഭവമാണെന്ന്. കാരണം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ കുടഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ദേവസ്വം ഓഫീസറോട് കർശനമായ ചോദ്യങ്ങൾ ചോദിച്ചു. ദേവസ്വം ഓഫീസറുടെ ചുമതലകൾ എന്താണ്? ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നാൽ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യുക? ഭക്തർ വന്ന് പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെ ഇരിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. ഭക്തർ ഈ ആനകളെ എഴുന്നള്ളിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു എന്നും പരമ്പരാഗതമായ രീതിയിൽ ആചാരങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആന എഴുന്നള്ളിപ്പിന് 15 ആനകളെ എത്തിച്ചതെന്ന് അദ്ദേഹം മറുപടിയായി പറഞ്ഞിരുന്നു. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ ഇറക്കരുത്, ദേവസ്വം ഓഫീസറുടെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. മഴയും ആൾക്കൂട്ടവും വരുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാനാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് കോടതി പറഞ്ഞു. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ദേവസ്വം ഓഫീസർ പറഞ്ഞത് 15 ആനകളെ ഒരുമിച്ച് ആനക്കൊട്ടിലിൽ കയറ്റിയത് മഴ വന്നതിനാലാണ് എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. അതിനും കേട്ടു അദ്ദേഹത്തിന് കണക്കറ്റ വിമർശനം. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട് ശകാരം. ദേവസ്വം ഓഫീസറോട് ചോദിച്ചത്, നിങ്ങൾ നടത്തിയത് അടിമുടി ചട്ടലംഘനമാണ്, അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നു. ഭക്തരുടെ ജീവനാണ് നിങ്ങൾ അപകടത്തിലാക്കിയത്, ദേവസ്വം ഓഫീസർക്ക് മതിയായ വിശദീകരണമില്ലല്ലോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. വലിയ വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചു, കോടതി ലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നു, മറുപടി വേണം. ഇതാണ് കോടതി പറഞ്ഞത്. അതായത് അടിമുടി വിമർശനം, ശകാരം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കായംകുളം CPIM-ൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജിത് S രംഗത്തെത്തി. തന്റെ കൈവെട്ടി മാറ്റിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പാർട്ടി അംഗത്വം നൽകി സംരക്ഷിക്കുന്നു എന്ന വിമർശനവും ഉയർത്തി. കായംകുളത്തെ നേതൃത്വത്തിന് എതിരെ ജില്ലാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിരിക്കുകയാണ്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. മനീഷ്, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അത് വാർത്തയായി വരുന്നുണ്ട്, ചർച്ചയാവുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ കായംകുളത്ത് ഈ രീതിയിലുള്ളൊരു പ്രതികരണം വരുന്നത്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം?
പ്രജിൻ, കായംകുളത്ത് രണ്ട് സാഹചര്യമാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയി 3ാം സ്ഥാനത്ത് വന്നു. ഇപ്പോൾ പാർട്ടി തങ്ങളുടെ അഭിമാന പ്രശ്നമായി കരുതിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെയും തോറ്റുപോയി. അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചു. നാളെ അവിടെ കായംകുളം CPM ഏരിയ സമ്മേളനമാണ്. ആ ഏരിയ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തൽ പരിപാടി അടക്കമുള്ള ചടങ്ങുകൾ ഇന്ന് കഴിഞ്ഞ ഘട്ടത്തിലാണ് ഒരു പാർട്ടി അംഗം പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം. സാധാരണ ഒരു ബ്രാഞ്ച് അംഗം മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് പരാതി നൽകുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് MSM കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും SFI കായംകുളം ഏരിയ സെക്രട്ടറിയുമായിരുന്നു, ഏരിയ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന സജിത്ത് സത്യനേശൻ അന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സജിത്തിന്റെ കൈ വെട്ടി മാറ്റിയിരുന്നു. അന്ന് 64 വെട്ടോളം ശരീരത്ത് ഏറ്റിരുന്നു എന്നുള്ള പരാതി ഇയാൾ നൽകിയിട്ടുണ്ടായി. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി അടക്കം പ്രതികളെ ശിക്ഷിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസം ആഴ്ചകൾക്ക് മുൻപായിരുന്നു 7 വർഷം ഈ പ്രതികൾക്ക് SDPI പ്രവർത്തകരായിട്ടുള്ള നേതാക്കൾക്കെതിരെ ഈ പറയുന്ന രീതിയിൽ കോടതി ശിക്ഷ വിധിച്ചത്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വർഷങ്ങൾക്ക് മുൻപ്, ഈ സംഭവം നടന്ന വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എടുത്തു. അന്ന് അടക്കമുള്ള വലിയ വിമർശനമുണ്ട്. ഒപ്പം തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. അതായത് കള്ളുഷാപ്പുകൾ ലേലത്തിന് പിടിച്ച് ലക്ഷങ്ങൾ കൊയ്യുകയാണ്, പാർട്ടി വർഗീയ ധ്രുവീകരണമാണ് കായംകുളത്ത് നടത്തുന്നതടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട വിമർശനമാണ്. അത് ചെറിയ വിമർശനമല്ല, കുറേ നാളുകളായി സംഘടനാ വിഷയമുള്ള സ്ഥലമാണ്. ആഭ്യന്തരമായിട്ടുള്ള പല പടലപ്പിണക്കങ്ങളുമുള്ള സ്ഥലമാണ്. അവിടെ പാർട്ടി തങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് കരുതിയ, അങ്ങനെ കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി അംഗമാണ് പാർട്ടി നേതൃത്വത്തിനാകെ എതിരെ പറയുന്നത്. ഒപ്പം തന്നെ SDPI നേതാക്കളുമായിട്ടുണ്ടായിരുന്ന പാർട്ടി കേസിൽ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം തന്നെ AM നസീർ എന്ന പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം SDPIക്ക് അനുകൂലമായ നിലപാടെടുത്തു. ജബ്ബാർ എന്നൊരാൾ അവർക്കെതിരായി മൊഴിയെടുക്കാൻ പോലും ചെന്നില്ല. അങ്ങനെ SDPIക്കാരിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറിന് സജിത് സത്യനേശൻ കത്ത് നൽകിയിരിക്കുന്നത്. തൃശൂർ വെള്ളികുളങ്ങരയിൽ കാട്ടാനയാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ശാസ്താംപൂവം സ്വദേശി മീനാക്ഷിയാണ് മരിച്ചത്. വനത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്താംപൂവം കോളനിയിൽ മീനാക്ഷിയുടെ വീട്ടിലാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. 2 ദിവസം മുൻപാണ് മീനാക്ഷിയെ കാണാതാകുന്നതും പിന്നീട് ഇന്ന് നടത്തിയ തിരച്ചിലാണ് ഈ കാടിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നതും. എന്തായിരുന്നു സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അമ്മാമ്മ ഇടയ്ക്കിട്ട് അങ്ങനെ പോവാറുണ്ട്. പിന്നെ 2 ദിവസം കാണാനായിട്ട് ഞങ്ങൾ അടുത്തൊക്കെ അന്വേഷിച്ചു. പിന്നെ ഇന്നറിയണേ കാട്ടാന ആക്രമിച്ചു എന്നുള്ളതാണ് അറിയുന്നല്ലേ? ഇടയ്ക്ക് കാട്ടിലേക്കൊക്കെ പോവാറുണ്ടായിരുന്നു? പോവാറുണ്ട്. ഇത് കാണാതായപ്പോൾ നമ്മൾ പരാതി കൊടുത്തു. എങ്ങനെയത്? ഇല്ല. ഇതെങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെയായിരുന്നു? ചലീസ് കവലക്ക് പോയപ്പോൾ ഈ അമ്മാമ്മ കിടന്നതിനെ കണ്ട് അങ്ങനെ കണ്ട്. കാട്ടിലേക്ക് അല്ലാതെ വാച്ചറ സാധാ പരിശോധനയ്ക്ക് പോയ സമയത്താണ് കണ്ടത്. ആള് കവലക്ക് കയറിപ്പോയി അരിയുക സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആള് പോയി. അപ്പോഴാണ് കണ്ടേ. അപ്പോൾ പെണ്ണിനോട് വിളിച്ച് പറഞ്ഞു ഞങ്ങളറിഞ്ഞ്. ഞാനും പണിക്ക് പോയ ആളാ. അവർ പറഞ്ഞതിന് വേണ്ടി പോയില്ല. എന്ത് പറ്റിയെന്നാ പറഞ്ഞത്? ആന തട്ടി. എന്നിട്ട് വിളിച്ച് പറഞ്ഞു. ഇതെങ്ങനെയാ സാധാരണ പോവാറുണ്ടോ കാട്ടിലേക്ക് ഇത്രയും ദൂരൊക്കെ? ഞങ്ങൾ മലയിൽ നിന്ന് കാലത്തെ ലേശം കഞ്ഞി കുളിച്ചിട്ട് പോണത് 3 മണിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരും. വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് പാറപ്പുറത്ത് വെട്ടിയിടും. എന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് നടക്കണം. ഇത് തന്നെയാണ് മൃതദേഹം. ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ചേർന്ന് താഴേക്ക് എത്തിക്കുന്നത്. അതായത് ഈ കോളനിയിലേക്ക് ഇപ്പോഴും എത്തിച്ചിട്ടില്ല. സമയം അതായത് കിലോമീറ്ററുകൾ ദൂരമുണ്ട്. ഒരു 6-7 കിലോമീറ്റർ ഞാനിവിടെ നിൽക്കുന്നതിനപ്പുറത്തേക്കുണ്ട്. അങ്ങോട്ടേക്ക് സാധാരണ വാഹനങ്ങളൊന്നും പോകുന്നതല്ല. ഇൻക്വസ്റ്റ് നടപടികളടക്കം, അതായത് പോലീസടക്കം എത്തി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ മാറ്റാനുള്ള, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത്. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിന് എതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ നീക്കം ചെയ്തതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാനും എത്ര പിഴ ഈടാക്കിയെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശവും നൽകി. ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേർന്നു കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, പല തവണയായി കോടതിയിൽ നിന്നും ഈ അനധികൃതമായ ബോർഡുകൾ നീക്കം ചെയ്യണ നിർദ്ദേശം വന്നതാണ് ഇതിനു മുൻപ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വഴിയടച്ച് സമ്മേളനം ഒരുക്കിയ വിഷയത്തിലും ആ സമയത്തും കോടതി ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ ഈ നിരീക്ഷണവും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഏത് കേസ് പരിഗണിക്കുകയാണ് ഉണ്ടായത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കും അതോടൊപ്പം തന്നെ കൊടിമരങ്ങൾക്കും കൊടിതോരണങ്ങൾക്കും എതിരായി, അത് സ്ഥാപിക്കുന്നതിനെതിരായി കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് അതുണ്ടായിരുന്നത്. അതിന്ന് പരിഗണിച്ചപ്പോഴാണ് അതിരൂക്ഷ വിമർശനം, പരിഹാസം കോടതിയിൽ നിന്നും ഉണ്ടായത്.
രാഷ്ട്രീയ പാർട്ടികളുടെ എത്ര ബോർഡുകൾ മാറ്റി എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇവർക്കെതിരെ എത്ര പിഴ ചുമത്തി, എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു, ഈ ചോദ്യവും കോടതിയിൽ നിന്നും വന്നു. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടേതാണ് മാറ്റിയ ബോർഡുകൾ എന്നും കോടതി ഇന്ന് ചോദിച്ചു. സർക്കാരിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. കണക്കുകൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞൊഴിയാനാണ് സർക്കാർ ശ്രമിച്ചത്. അനധികൃത ബോർഡ് നീക്കം ചെയ്താൽ തല്ല് കിട്ടും എന്നാണ് തദ്ദേശ സെക്രട്ടറിമാർ പറയുന്നതെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടികളെ ഭയമാണെങ്കിൽ തദ്ദേശ സെക്രട്ടറിമാർ രാജിവെച്ചു പോകണം എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ സെക്രട്ടറിമാർ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. സ്വന്തം ഉദ്യോഗസ്ഥന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു. കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. സർക്കാർ കണക്ക് കാണിക്കണം. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പ്രൊമോ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സംസ്ഥാന തലത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. രാഹുൽ സുരേഷ് കോഴിക്കോട് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, ഈ അപകട മരണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് തിരയുന്നുണ്ട്. അതിന്റെ അനുബന്ധമായാണ് ഇപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് തേടിയിരിക്കുന്നത്. വിവരങ്ങൾ. പ്രജിൻ, പ്രൊമോ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. റോഡുകളിൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ റീലുകൾ ചിത്രീകരിക്കുന്നത് മറ്റുള്ളവർക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്നു എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്. കാൽനട യാത്രക്കാർക്കും മറ്റു യാത്രക്കാർക്കും ഇത്തരം ചിത്രീകരണങ്ങൾ ഭീഷണി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ പറയുന്നത്. സംസ്ഥാന തലത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് DGP അന്വേഷിച്ച ശേഷം 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അതുമാത്രമല്ല, കോഴിക്കോട് ഇന്നലെ പ്രൊമോ വീഡിയോ ചിത്രീകരണത്തിനിടെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. ജനുവരി 30 കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കാനാണ് സാധ്യത. പ്രജി, സംഘടനയിൽ ഭിന്നത തുടരുന്നതിനിടെ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വാക്കേറ്റം. സാദിഖലി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന് യോഗത്തിൽ ബഹാവുദ്ദീൻ നദ്വി ആവശ്യപ്പെട്ടു. എന്നാൽ നടക്കില്ലെന്ന് ഉമർ ഫൈസി മുക്കം നിലപാടെടുത്തതോടെയാണ് വാക്കേറ്റമുണ്ടായത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേർന്നത് കോഴിക്കോട് നിന്നും. സമീർ, ഈ സമവായം ഉണ്ടാക്കാൻ ചേർന്ന യോഗത്തിൽ പോലും ഇത്തരത്തിൽ വാക്കേറ്റമുണ്ടായെന്ന അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു മുഷാവറ യോഗമാണ് ഇന്ന് ചേർന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടെ അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ടുള്ള ചർച്ച ഉണ്ടാകുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ സുപ്രഭാതം സമീപ നാളുകളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായിട്ടുള്ള പരസ്യങ്ങൾ ഉൾപ്പെടെ. അതുപോലെ തന്നെയാണ് CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നത്. സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ സംസ്ഥയുടെ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം നടത്തി എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇടവണ്ണ പറയുന്ന തരത്തിലുള്ള ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് പിന്നീട് ചർച്ചയ്ക്കെടുത്തത്. ആ ചർച്ചാ വേളയിൽ അതിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത് ഉമർ ഫൈസി മുക്കമാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് മുഷാവറ അംഗവും അതുപോലെ തന്നെ സുപ്രഭാതത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ബഹാവുദ്ദീൻ നദ്വി. അദ്ദേഹമാണ് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. ആ വേളയിൽ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല, താൻ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ എന്തായാലും മതി എന്നുള്ള നിലപാടാണ് ഉമർ ഫൈസി മുക്കം സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിലുണ്ടായ വാക്കേറ്റം പിന്നീട് അത് 2 വിഭാഗമായി തന്നെ മാറുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് പിന്നീട് നടക്കേണ്ട ചർച്ചകളൊക്കെ തന്നെ മാറ്റിവെക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ പിന്നീട് സംസ്ഥയുടെ ഇന്നത്തെ മുഷാവറ യോഗം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് യോഗശേഷം അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം തർക്ക പരിഹാരത്തിന് വേണ്ടി മാത്രം മുഷാവറ വിളിക്കാം എന്ന കാര്യം വ്യക്തമാക്കിയത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
മറ്റൊരു വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന തുടരുന്നു എന്നാരോപിച്ച് യൂത്ത് ലീഗിന്റെ രാപ്പകൽ സമരം മേപ്പാടിയിൽ തുടങ്ങി. പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധ പരിപാടികളും ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളണം എന്നാവശ്യപ്പെട്ട് ലീഡ് ബാങ്കിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. മേപ്പാടിൽ നിന്ന് സുജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, ഈ രാപ്പകൽ സമരം ഇപ്പോൾ തുടങ്ങി നിറയുന്നു. എത്രമാത്രം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്? പ്രജിൻ, സമരത്തിന്റെ തുടർച്ചയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിപക്ഷവും നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സമരം മേപ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിൽ യൂത്ത് ലീഗിന്റെ രാപ്പകൽ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാപ്പകൽ സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി.കെ. ഫിറോസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലീഗ് നേതാക്കളുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. ഇതിനുശേഷം ഈ സമരം തുടരാനുള്ള നീക്കമാണ് യൂത്ത് ലീഗ് മാത്രമല്ല ഇത്തരത്തിൽ പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച്, UDF-ന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. അത്തരത്തിൽ സമരങ്ങളുടെ തുടർച്ച. മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അടുത്ത ദിവസം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി സമരങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ അവഗണിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വിവിധ സംഘടനകൾ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല യൂത്ത് ലീഗ് അടുത്ത ദിവസം ലീഡ് ബാങ്കിലേക്ക്, അതായത് ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഡ് ബാങ്കിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന തലത്തിൽ ഈ സമരത്തെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലേക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങളും യൂത്ത് ലീഗ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ശക്തമായ സമരത്തിലേക്കാണ്. ശരി സുജിത്, എന്തായാലും ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സഹായം വൈകുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ രാപ്പകൽ സമരം മേപ്പാടിയിൽ തുടങ്ങിയിരിക്കുന്നത്. ഇതോടെ ഇന്ന് ഇതുവരെ പൂർത്തിയാവുന്നു.